ഒടിഞ്ഞ കൈയും നീര് വെച്ച് വീർത്ത മുഖവുമായി വീട്ടിലേക്ക് കയറുവെന്ന പ്രവീണിനെ കാണി വിനോദിനിക്ക് അറച്ചു. ഇവനെ സ്വന്തം മകനെ തന്നെയല്ലേ കണ്ടത്. ഇവിടേക്ക് വന്ന് കയറിയ അന്നു മുതൽ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. വൈഷ്ണനെ അനീതിയെ കാണണമെന്നും പ്രവീൺ നിന്റെ ചേട്ടനാണെന്നും പറഞ്ഞല്ലേ രണ്ടാളെയും വളർത്തിയത്. എന്നിട്ടും ഇത്രയും മോശമായൊരു ബന്ധം തുടങ്ങാൻ എങ്ങനെ രണ്ടാൾക്കും കഴിഞ്ഞു? അവന്റെ മുഖത്ത് നോക്കാൻ പോലും അറച്ചിട്ട് അവർ നോട്ടം മാറ്റി. അമ്മ എന്താ മുഖം വീർപ്പിച്ചു നിൽക്കുന്നത്? ഞാൻ തന്നെ പോയി ആരെയും മോളെയും കൂട്ടിക്കൊണ്ടുവരാം. പെണ്ണിന് ഈ ഇടയിട്ട് ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട്. ഹാളിലേക്ക് കയറുന്ന പ്രവീൺ മെല്ലെ വന്ന് അവർക്ക് അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവൻ അടുത്തിരുന്നെന്ന് പറഞ്ഞതും അവർ വെറുപ്പോടെ ഇരുന്നിടത്തുനിന്നും പിടഞ്ഞു എഴുന്നേറ്റു. എന്താ എന്താ അമ്മേ? അവർ എഴുന്നേറ്റത് കണ്ട് പ്രവീൺ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ കിടക്കട്ടെ, നല്ല തലവേദന. അവന് മുഖം കൊടുക്കാതെ പറഞ്ഞിട്ട് മുറിയിലേക്ക് നടക്കാൻ തുനിഞ്ഞു വിനോദിനി. അമ്മയൊന്ന് നിന്നേ. അവരെ വിളിച്ചു നിർത്തിയിട്ട് മെല്ലെ എഴുന്നേറ്റ് അവർക്കരികിൽ വന്നു പ്രവീൺ. മുഖം ചുളിയുമ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവനും. എന്താ, എന്തിനാ നീ എന്നെ വിളിച്ചേ? അവർക്ക് അവനെ കൊല്ലാനുള്ള കലി തോന്നിയെങ്കിലും അതടക്കി പിടിച്ചോണ്ട് ചോദിച്ചു. ആരെയും മോളെയും കൊണ്ട് പോയതിൽ അമ്മയ്ക്ക് സങ്കടമുണ്ടല്ലേ? ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ മോളെയും കൊണ്ട് പോകുന്നു. ഇനി ഇങ്ങോട്ട് വരില്ലെന്നൊരു മെസ്സേജും ഇട്ടിട്ട് അവൾ പോയിരിക്കുന്നു. വരട്ടെ, ഇങ്ങ് ശരിയാക്കുന്നുണ്ട് ഞാൻ. സംസാരിക്കുമ്പോൾ പോലും വേദനയുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ പ്രവീൺ പറഞ്ഞു. നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരികയോ വരാതിരിക്കോ ചെയ്യും. ഇതൊന്നും ഇനി എന്നോട് പറയണ്ട. പിന്നെ അവളിനി ഒരിക്കലും നിനക്കൊപ്പം ആ കുഞ്ഞിനെയും കൊണ്ട് വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയുള്ള എൻ്റെ പ്രാർത്ഥനയും അതിനുവേണ്ടിയാണ്. തൻ്റെ വർത്തമാനത്തിൽ ഇരുണ്ട മുഖത്തോടെ നിൽക്കുന്നവനോട് പറഞ്ഞിട്ട് അവൻ്റെ മുന്നിൽ പോലും നിൽക്കാൻ താല്പര്യമില്ലാതെ തിരിഞ്ഞു നടക്കുമ്പോൾ ആരോട് ചെയ്തു പോയ ദ്രോഹങ്ങൾ ഓർത്ത് വിനോദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അവരെന്താണ് പറഞ്ഞിട്ട് പോയതെന്ന് ഓർത്തുകൊണ്ട് തന്നെ പ്രവീൺ അച്ഛൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. അച്ഛൻ എന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നത്? ഇത് പേടിക്കാനൊന്നുമില്ല, വണ്ടിയിൽ നിന്നും ഒന്ന് വീണതാണ്. അച്ഛൻ്റെ ബെഡിന് അരികിൽ കസേര വലിച്ചിട്ടിരുന്നിട്ട് പ്രവീൺ പറഞ്ഞു. അയാളാവട്ടെ ഒന്നും മിണ്ടാതെ കണ്ണൊന്ന് ചിമ്മുക പോലും ചെയ്യാതെ പ്രവീണിനെ നോക്കിയിരുന്നു. എന്തു പറ്റി അച്ഛാ? എന്താ പ്രശ്നം? ഇവിടെ എല്ലാവർക്കും ആകെ ഒരു മാറ്റം. അമ്മയും മിന്നോട് നേരിച്ചുവെന്നും മിണ്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ഏതാണ്ടൊക്കെയോ പറഞ്ഞിട്ട് മുറിയിൽ കയറി വാതിലടച്ചു. തന്നെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് പിടിച്ചിരുത്തി കുഞ്ഞുങ്ങളോട് സംസാരിക്കും പോലെ തന്നോട് ഓരോന്നും ചോദിക്കുന്ന അച്ഛനും കൂടെ ഒരക്ഷരം മിണ്ടാതെ തൂർച്ചു നോക്കിയിരിക്കുന്നത് കാണേ എന്തോ പ്രശ്നമുണ്ടെന്ന് പ്രവീണിന് തോന്നി തുടങ്ങിയിരുന്നു. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത നിന്റെ മുന്നിൽ എങ്ങനെ അവൾ നിൽക്കുമട നായേ? പ്രവീണിന്റെ മുഖത്ത് വെറുപ്പോടെ നോക്കി പറയുമ്പോൾ അയാളെ വല്ലാതെ കിതച്ചുപോയി. അച്ഛാ, അതെന്റെ അമ്മ തന്നെയാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രവീൺ അലറിക്കൊണ്ട് പറഞ്ഞു. ആണോ? അവള് വിനോദിനി നിന്റെ അമ്മയാണോ? നീ അങ്ങനെയാണോ അവളെ കാണുന്നത്? അയാൾ പുച്ഛത്തോടെ മകനെ നോക്കി തിരക്കി. അതെ, അങ്ങനെ തന്നെയാണ്. അമ്മയായി തന്നെയാണ് കാണുന്നത്. അതിനെക്കുറിച്ചൊട്ടും ആലോചിക്കാനില്ലാതെ തന്നെ പ്രവീണും കടുത്ത ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. വിനോദിനി നിന്റെ അമ്മയാണെങ്കിൽ അവളെ നീ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ പിന്നെ നിന്റെ അമ്മ പ്രസവിച്ച വൈഷ്ണവി നിനക്ക് ആരാണ്? വിനോദിനിക്ക് മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് പോയ ഫോട്ടോസ് അടങ്ങിയ കവർ അവന്റെ മുഖത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള അയാളുടെ ചോദ്യം ചാട്ടുള്ളി പോലെ പ്രവീണിനെ കീറി മുറിച്ചു. എല്ലാവരോടും എല്ലാം പറഞ്ഞിട്ടാണോ ആര്യ പോയത് എന്നൊരു സംശയത്തോടെ, വെപ്രാളത്തോടെ, ഭയത്തോടെ മുഖമുയർത്തി അയാളെ നോക്കിയ പ്രവീൺ. എന്തേ, നിനക്ക് മറുപടിയില്ലേ? എങ്ങനെയുണ്ടാകുമല്ലേ? ഇത്രയേറെ നീ തരം താഴ്ന്നു പോയല്ലോ പ്രവീണെ. നിന്നിങ്ങനെയാണോടാ ഞാൻ വളർത്തിയത്? ആ പെൺകൊച്ചു അതിനെ നീ ഇട്ട് കൊല്ലാക്കൊല ചെയ്തിട്ട് ഞാൻ അറിയാതെ പോയല്ലോ ദൈവമേ. നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? ചെന്ന് ചത്തോടെ നിനക്ക്. അച്ഛനില്ലാത്ത കുട്ടി എന്നൊരു കുറവ് മാത്രമേ എൻ്റെ വേദമോൾക്കുണ്ടാകൂ. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പോലുള്ള അച്ഛൻ എന്തിനാണ് ആ പൊന്നുമോൾക്ക്? അയാൾ വേദനയോടെ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി. എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം എന്തൊക്കെ പറഞ്ഞാണ് ആര്യ പേടിപ്പിച്ച് നിർത്തിയിരുന്നത്. ഇന്ന് ആ പേടിയെല്ലാം പോയി. അവളെല്ലാം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ കൂടെ എനിക്കെതിരെ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നീനെ ഞാൻ വെറുതെ വിടില്ല ആര്യയെ. അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും തനിക്കെതിരെ മുഖം തിരിക്കുന്നതിന്റെ കാരണം ആര്യാണെന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ചു വെക്കുമ്പോഴും തന്നാണ് തെറ്റ് ചെയ്തെന്ന ഇപ്പോഴും താനൊരു തെറ്റാണെന്നോ പ്രവീൺ മനസ്സിലാക്കിയിരുന്നില്ല എന്നതായിരുന്നു സത്യം. ആ ആരിത്? ഇത് വേദമോളല്ലേ? 9 മണിയുടെ വീട്ടിലേക്ക് വരുന്ന നിവിക്കും അബിക്കും ഒപ്പം ഉണ്ടായിരുന്ന വേദുവിനെ കാണി നിരഞ്ഞൻ ചീരിയോടെ അവൾക്ക് അടുത്തേക്ക് വന്ന് ചോദിച്ചു. അതേലോ, ഞാൻ വേദുവാണ്. എന്നെ എങ്ങനെ അറിയുക? കുഞ്ഞൊരു ചീരിയോടെ വേദു തിരക്കി. അതോ, അതിപ്പോ ഇവിടെ കൂടെ ഇങ്ങനെ വരാൻ വേദുമോളല്ലേ ഉള്ളൂ. അബിയെ നിവിയെ നോക്കി ചീരിയോടെ വേദയുടെ തലയിൽ നിന്ന് തല ഓടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് നിരഞ്ജനെ നോക്കി ചിരിച്ചു. ഇതെന്താ രഞ്ജു അവരെ അകത്തേക്ക് വിളിക്കാതെ മുറ്റത്ത് നിർത്തി സംസാരിക്കുന്നത്? ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന ലക്ഷ്മി മുറ്റത്ത് നിൽക്കുന്നവരെ കാണി അവിടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു. ഞാൻ വേദമോളെ കണ്ട് സന്തോഷത്തിൽ ഇവിടെ തന്നെ അങ്ങ് നിന്നു പോയതാണ് രഞ്ജു. ഇതാണോ വേദക്കുട്ടി? വേദയുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. വേദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേദം മെല്ലെ ഒന്ന് മൂളി.
നിങ്ങൾ വന്ന പടി മുറ്റത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരുന്നേ. നീ കൊച്ചിനെയും കൊണ്ട് കയറി വാ കുഞ്ഞി. നീ ഇവിടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന വേദുവിനെ നോക്കി മനോഹരമായി നീ ചിരിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ഇവരുടെ ഈ സംസാരവും പെരുമാറ്റവും കണ്ടാൽ ഇവരെ ഒരു ചതിയത്തെ എങ്ങനെ കാണും? പക്ഷേ നിങ്ങളുടെ അഭിനയം എന്നേക്കുമായി പൊളിയുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. മനസ്സിൽ കണക്ക് കൂട്ടുമ്പോഴും ലക്ഷ്മിയെ നോക്കി തിളച്ചുമില്ലാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് വേദുവിന്റെ കൈയും പിടിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോയി നിവിത. കുഞ്ഞി, ഏട്ടൻ നിന്നെ വിളിപ്പിച്ചത് എന്തിനെന്നറിയോ? ഡോക്ടർ കൊണ്ടുവന്ന മെഡിസിനൊക്കെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നിറഞ്ഞ ചിരിയോടെ നിവിതയോട് തിരക്കി. ഇല്ലേട്ടാ, എന്നെ വിളിച്ചപ്പോ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. വേദുവിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നവൾ മുഖമുയർത്തി നിരഞ്ജനെ നോക്കി പറഞ്ഞു. എന്നാ ഏട്ടൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ എന്റെ കുഞ്ഞിക്ക് ഒരുപാട് സന്തോഷം തോന്നും. എന്താണ് പറയേട്ടാ? മെല്ലെ ഇരുന്നിട്ടതും എഴുന്നേറ്റ് വന്ന നിരഞ്ജന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരക്കി. അമ്മ, നമ്മുടെ അമ്മയുടെ അലമാരയുടെ താക്കോൽ കിട്ടി കുഞ്ഞി. അന്ന് ആക്സിഡന്റ് ആയപ്പോൾ നഷ്ടമായി എന്നല്ലേ നമ്മൾ കരുതിയിരുന്നത്? അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ നിരഞ്ജന്റെ കണ്ണുകൾ ഈറാനായി. ആ ഏട്ടന്റെ മനീത്തി സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിനയും സച്ചിനും അവയെ സന്തോഷത്തോടെ ചിരിച്ചുവെങ്കിൽ എല്ലാം നഷ്ടമാകാൻ പോകുന്നു എന്നൊരു വെപ്രാളമായിരുന്നു ലക്ഷ്മിക്ക്. എവിടുന്ന് കിട്ടി രഞ്ജു ആ താക്കോൽ? അല്ലെങ്കിൽ തന്നെ അതിലെന്ത് നീതിയാണ് ഇരിക്കുന്നത്? കുഞ്ഞെ വിളിച്ചു വരുത്തി തുറക്കാൻ മാത്രം ചോദിക്കുമ്പോൾ ലക്ഷ്മിയുടെ ശബ്ദം വിറച്ചു. നമ്മുടെ കട്ടിലിന്റെ അടിയിലുണ്ടായിരുന്ന ലക്ഷ്മി അതെന്റെ അമ്മ എടുത്തു തന്നതുപോലെ എന്റെ കയ്യിൽ വന്നു ചേർന്നു. അതിലൊരു നിധി ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മ എപ്പോഴും ഒരു താക്കോൽ കൂട്ടം കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് നഷ്ടമായി ഈ താക്കോൽ അമ്മയുടെ അലമാരയുടേതാണ്. അതിൽ എന്റെ അമ്മ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഉണ്ടാകും. അതൊക്കെ ഞങ്ങൾ മക്കൾക്ക് നിധി തന്നെയാണ് ലച്ചു. ഇരുണ്ടുപോയ മുഖത്തോടെ നിരഞ്ജൻ പറഞ്ഞു. ലക്ഷ്മിക്ക് ആ നിമിഷത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അത് തുറന്നാൽ അതിനുള്ളിൽ വെച്ചിരിക്കുന്ന സ്വർണം കാണുന്നത് പോട്ടെ എന്ന് വെക്കാം. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു നിൽക്കാം. പക്ഷേ FD ഡോക്യുമെന്റ്സ്, നിരഞ്ജന്റെ ഷോപ്പിന്റെ ഡോക്യുമെന്റ്സ്, അതൊക്കെ അവർ കണ്ടാൽ അതിന് എന്ത് കള്ളം പറഞ്ഞൊഴിയും? ലക്ഷ്മി ഓരോന്നും ആലോചിച്ച് തല പോച്ചു നിൽക്കെ നിരഞ്ജൻ എല്ലാരെയും കൂട്ടി അമ്മയുടെ മുറിയിലേക്ക് കയറി ചെന്നു. നിരഞ്ജനും നിവിയും ബാക്കിയുള്ളവരും കൂടെ ആ മുറിക്കുള്ളിൽ കയറിപ്പോയപ്പോഴും നിന്നിടത്ത് തന്നെ ഒന്ന് അനങ്ങാൻ പോലും ആകാതെ നിന്നുപോയി ലക്ഷ്മി. ആ താക്കോൽ അത് കാണാതായിട്ട് ഇത്രയും ദിവസമായി. ഞാൻ എവിടെയൊക്കെ നോക്കി, എന്നിട്ടും കിട്ടാതെ കൃത്യം അത് രഞ്ജുവിന്റെ കയ്യിൽ തന്നെ കിട്ടിയിരിക്കുന്നു. ഇനി എന്തു പറയും? ആ ഡോക്യുമെന്റ്സ് കണ്ടാൽ എല്ലാം പൊളിയും. എല്ലാം അവസാനിക്കാൻ പോവുകയാണോ? അതിനു വേണ്ടിയാണോ ഈ കണ്ട ക്രൂരതകളൊക്കെ കാട്ടി എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയത്? ഇല്ല, ഒന്നും ആർക്കും മനസ്സിലാവില്ല. ആവാൻ ഈ ലക്ഷ്മി സമ്മതിക്കില്ല. ഈ കണ്ട സ്വത്തുക്കളും നിരഞ്ജനും എന്നും എപ്പോഴും ഈ ലക്ഷ്മിക്ക് മാത്രം സ്വന്തമായിരിക്കും. അങ്ങനെയല്ലാതെ വരുന്ന നിമിഷം ഈ ജീവിതം ലക്ഷ്മി അവസാനിപ്പിക്കും. പക്ഷെ കൂടെ രഞ്ജു ഉണ്ടായിരിക്കും. അല്ലാതെ രഞ്ജുവിന്റെ മുന്നിൽ കുറ്റവാളിയെ നിൽക്കാൻ ലക്ഷ്മിക്കാവില്ല. രഞ്ജുവിനെ തനിച്ചു വെച്ചിട്ട് പോകാനും ലക്ഷ്മിക്ക് കഴിയില്ല. ഇന്ന് എന്തെങ്കിലും ചെയ്ത് അവർക്കാർക്കും എന്നൊരു വിധത്തിലും സംശയം ഉണ്ടാക്കാത്തതിലെല്ലാം ഒതുക്കണം. ഒരു ദീർഘനിശ്വാസത്തോടെ ലക്ഷ്മി മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു. ഏട്ടത്തി എന്താ മാറുന്നത്? ഇങ്ങ കയറി വാ. തങ്ങൾക്കൊപ്പം ലക്ഷ്മി ഇല്ലെന്ന് കാണുന്നിവി വാതിൽക്ക് വന്ന് അവളെ വിളിച്ചു. എവിടെയായാലും ഏത് സാഹചര്യത്തിലും യാതൊരു എളുപ്പമില്ലാതെ എങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്ന് ഈ ലക്ഷ്മിക്കറിയാം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടാമെങ്കിൽ അതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനും പറ്റും. അതിനിടെ കൈ പറ്റിയ പാളിച്ചെന്ന് ആ കാറിൽ രഞ്ജു വന്ന് കയറിയത് മാത്രമായിരുന്നു. ഏടത്തി, താൻ വിളിച്ചിട്ട് വെറുതെ ആലോചിച്ചു കൊടുന്ന അവളെ കാണേ പല്ല് കടിച്ച് ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ട് നിവി വീണ്ടും അല്പം മോശത്തിൽ വിളിച്ചു. ആ വരുന്നു. ലക്ഷ്മി പല്ല് കടിച്ച് ദേഷ്യം മടക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടത്തിയല്ല, ഇവളെ വിളിക്കേണ്ട പേര് വേറെയാണ്. പല്ലിറുമി പറഞ്ഞുകൊണ്ട് നിവി ഏട്ടന്റെ അടുത്തേക്ക് വന്നു. ലക്ഷ്മി, ഇങ്ങ് കയറി പാടൂ, ഞങ്ങൾ മാറി നിന്നോളാം. അകത്തേക്ക് കയറാൻ മടിച്ച് വാതിൽക്കൽ നിന്ന് ലക്ഷ്മിയുടെ ഡോക്ടർ പറഞ്ഞു. അത് ഞാൻ അലമാര തുറക്കാൻ ഞാനെന്തിനാ ചോദിക്കുമ്പോൾ എത്ര ധൈര്യം സംഭരിച്ചു വെച്ചിട്ടും ലക്ഷ്മിക്ക് പേടി കൊണ്ട് ദേഹത്തിന് ഒപ്പം ശബ്ദവും വിറച്ചു. നീ എന്തിനാ നിന്ന് പറയുന്നത്? എന്തു പറ്റി നിനക്ക്? ലക്ഷ്മിയുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഭയം കാണി ഉള്ളിൽ ഉയർന്ന സന്തോഷത്തോടെ നിരഞ്ജൻ അവളെ തോൾ പിടിച്ച് തനിക്ക് അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ല, എനിക്കിന്തിനാ രഞ്ജു പേടി? ഒരലമാര തുറക്കുന്നതിന് എന്തിനാ? ഞാൻ അതുകൊണ്ട് മാറുന്നതാണ്. ഭയം പിടി മുറുക്കുമ്പോഴും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു ലക്ഷ്മി. മെല്ലെന്ന് മൂളിക്കൊണ്ട് ആ അലമാര മലർക്കെ തുറന്നു വെച്ചു നിരഞ്ജൻ. വൃത്തിയും അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന സുമയുടെയും സാരിയും സെറ്റുമുണ്ടുമൊക്കെ കാണി നിറമിഴിയോടെ അതിലൂടെ വിരൽ ഒഴിച്ചു നിരഞ്ജൻ. ഏട്ടനെ കണ്ണ് ചിമ്മത നോക്കിയെന്ന് നിവിയുടെ മിഴികളും നിമിഷം നേരം കൊണ്ട് ഇറനായി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കരയാൻ പോവുകയാണോ? ചേട്ടന്റെയും അനിയത്തിയുടെയും നിൽപ്പ് കാണി ഒട്ടും ക്ഷമയില്ലാതെ സച്ചിൻ തിരക്കി. ഈ ഇരിക്കുന്ന സാധനങ്ങളിലൊക്കെ ഞങ്ങളുടെ അമ്മയുടെ മണമുണ്ട് സച്ചിൻ ചേട്ടാ. ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ അമ്മ കൂടെ ഉണ്ടെന്ന് തോന്നുക. ഞങ്ങളുടെ തൊട്ടടുത്തുനിന്ന് അമ്മ എന്തൊക്കെ പറയുന്നുണ്ട്. നിരഞ്ജനോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷ്മി വെറുപ്പോടെ നോക്കിക്കൊണ്ട് നിവി പറഞ്ഞു. നിവിയും നിരഞ്ജനും പറയുന്ന ഓരോ വാക്കും കിട്ടുന്ന ലക്ഷ്മിക്ക് തല പെരുത്തും. കൈയും കാലുമൊക്കെ വലിഞ്ഞു മുറുകി. അവൾ എന്തോ അലറി വിളിച്ചു പറയാൻ തുടങ്ങിയ നിമിഷം തന്നെയാണ്
ആ ഫയൽ എന്തെന്ന് നോക്കേട്ടാ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കവറും ഉണ്ട്. അതെന്താണെന്ന് നോക്കിക്കേ. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പണ്ടത്തെ ഫോട്ടോസ് ആകും. ലക്ഷ്മി ഒന്ന് ഭയപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ അല്പം ഉറക്കെ നിവി പറഞ്ഞു കേൾക്കെ ഒരു സ്വപ്നത്തിൽ എന്നവണ്ണം ലക്ഷ്മി ഞെട്ടിയുണർന്നു അവരെ പകപ്പോടെ നോക്കി. ലക്ഷ്മിയുടെ ഓരോ ഭാവമാറ്റവും ഓരോരുത്തരും നോക്കി കണ്ടു നിന്നു. ഇത് ഫോട്ടോസ് അല്ല കുഞ്ഞി, ഇതൊക്കെ മറ്റെന്തോ ആണ്. അലമാരയിൽ നിന്ന് ഫയൽ എടുത്ത് തുറക്കിടയിൽ നിരഞ്ജൻ പറഞ്ഞു. അവനത് തുറന്ന് നോക്കിയെന്ന ലക്ഷ്മിയുടെ തല കറങ്ങിപ്പോയി. ഇതൊക്കെ ലക്ഷ്മിയുടെ പേരിലുള്ള FDയുടെ ഡോക്യുമെന്റ്സ് ആണല്ലോ. നിരഞ്ജൻ അതൊക്കെ നോക്കി ചുളിഞ്ഞ മുഖത്തോടെ നിൽക്കുന്നത് കാണി അതിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് അഭി പറഞ്ഞു, എൻ്റെ പേരിലുള്ളതോ? എന്ത്? അവിടെ ഒരു വെപ്രാളത്തോടെ തിരക്കി. ഇതൊക്കെ അമ്മയുടെ പണിയാകുമല്ലേ ലച്ചു? നിന്നെ അമ്മയ്ക്ക് അത്രയും ഇഷ്ടമായിരുന്നില്ലേ? അമ്മയ്ക്ക് നീ മരുമകളായിരുന്നില്ല, മകൾ തന്നെയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നോക്ക്, 10-20 ലക്ഷം രൂപ നിന്റെ പേരിൽ FD ഇട്ടിട്ട് നോമിനിയായി എൻ്റെ പേര് ചേർക്കുമോ? ആ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് യോഗയില്ലാതെ പോയി. ലക്ഷ്മി ഒന്നും പറയാൻ സമ്മതിക്കാതെ വ്യക്തമായ കണക്ക് കൂട്ടലോടെ നിരഞ്ജൻ എല്ലാം അങ്ങോട്ട് തന്നെ പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല രഞ്ജു. തൽക്കാലം രക്ഷപ്പെട്ട് എന്നോർത്ത് ആശ്വാസം കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ആ ഡോക്യുമെന്റ്സ് എല്ലാവരും കണ്ടല്ലോ എന്നതും ഇനി ആ പണം നിവിക്ക് കൊടുക്കാൻ നിരഞ്ജൻ പറയുമോ എന്നതുമായിരുന്നു ലക്ഷ്മിയുടെ അടുത്ത ടെൻഷൻ. എങ്കിലും അത് ആ സ്ത്രീ മരിച്ചതിന് ശേഷമുള്ള ഡേറ്റിൽ ഇട്ടതാണ് എന്നവർ ശ്രദ്ധിക്കാത്തതിൽ അവൾക്ക് ആശ്വാസം തോന്നി. ഇതെന്താ ഇത് ലച്ചു? ഇതിന്റെ ഷോപ്പിന്റെ ആധാരല്ലേ? ഇത് ട്രീറ്റ്മെന്റിന് വേണ്ടി വിറ്റുപോയെന്നല്ലേ ലച്ചു നീ പറഞ്ഞത്? ഈശ്വര, ഇതെല്ലാം നഷ്ടമായെന്നോർത്ത് എത്ര വിഷമിച്ചു ഞാൻ. കുഞ്ഞി കണ്ടില്ലേ ഏട്ടന്റെ ഷോപ്പ്? ഏട്ടനെ തിരികെ കിട്ടും. ആ ആദരം കയ്യിലെടുത്ത് മറിച്ചും തിരിച്ചും ഒക്കെ നോക്കിക്കൊണ്ട് നിറഞ്ഞ ചിരിയുടെ ലക്ഷ്മിയും നിവിയും മാറി മാറി നോക്കിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു, ഏട്ടാ, ഷോപ്പ് നഷ്ടമായിട്ടില്ല എന്നത് നിവിക്ക് പുതിയ അറിവായിരുന്നു. അവൾ ആ സന്തോഷത്തോടെ നിരഞ്ജനെ വിളിച്ചുകൊണ്ട് ചുറ്റിപ്പിടിച്ചു. കുഞ്ഞി, നമ്മളെ ദൈവം ഒരുപാടൊന്നും ദ്രോഹിക്കില്ല മോളെ. നമ്മളോ നമ്മുടെ അച്ഛനമ്മമാരോ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടുമില്ല. നിവിയുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറയുമ്പോൾ അവനും കരയുക തന്നെയായിരുന്നു. ഏട്ടത്തിക്ക് ഓർമ്മയില്ലായിരുന്നോ ഈ ഷോപ്പ് വിറ്റിട്ടില്ലെന്ന്? കരഞ്ഞ് ചുവന്ന മിഴിയുടെ മുഖമൊയ്യാത്ത നിവി എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന ലക്ഷ്മിയോട് തിരക്കി. അവളുടെ മറുപടി എന്തെന്നറിയാൻ നിരഞ്ജന് മുഖം തിരിച്ച് അവളെ നോക്കി. ബാക്കിയുള്ളവർ നിരഞ്ജൻ പറഞ്ഞ പോലെ ഒരു നാടകം ആസ്വദിച്ചു കാണുക ലാഘവത്തോടെ സന്തോഷത്തോടെ എല്ലാം കണ്ടു നിന്നു. അത് എനിക്ക് അന്നത്തെ ടെൻഷൻ കാണാൻ ഓർമ്മയുണ്ടായില്ല. പറയുമ്പോൾ ലക്ഷ്മിക്കാകെ പരവേശം തോന്നി. അതിപ്പോ നന്നായില്ലേ? അത്രയും നന്നായിട്ട് ഞാൻ കൊണ്ടു നടന്നൊരു ഷോപ്പ് നഷ്ടമായെന്നോർത്ത് ഞാൻ എത്ര ദിവസം ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ വിഷമിച്ചിട്ടുണ്ടെന്നോ? എന്തായാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലല്ലോ. ഇപ്പൊ 1 വർഷത്തോളമായി അതടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഒരുപാട് കാശ് വേണം അത് പഴയതുപോലെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ. നിരഞ്ജൻ ചെറുചീയുടെ കണ്ണ് ചിമ്മിക്കൊണ്ട് തന്റെ പിന്നിൽ നിൽക്കുന്നവരോട് പറഞ്ഞു. അതിനിപ്പോ എന്തിനാ നിരഞ്ജൻ വിഷമിക്കുന്നത്? നിങ്ങളുടെ അമ്മ ഇത്രയും പണം ലക്ഷ്മിയുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പണം കൊണ്ട് കാര്യങ്ങൾ നിഷ്പ്രയാസം നടക്കും. ആ FD ഡോക്യുമെന്റ്സിലെ ഡേറ്റ് ഓരോരുത്തരെയും നോക്കി പല്ലിളിക്കുമ്പോഴും അതൊന്നും മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ച് നിൽക്കുന്നവരെ നോക്കി വിനയമേല പറഞ്ഞു. അത് ശരിയാണല്ലോ, ഞാൻ ആ ഷോപ്പ് എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്തുള്ള സന്തോഷത്തിൽ ഈ പൈസയെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇനിയിപ്പോൾ ഒരുപാട് ദിവസമൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട അളിയ. എത്രയും പെട്ടെന്ന് ആ ഷോപ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള വഴി നോക്കണം പറഞ്ഞിട്ട് അഭി നിരഞ്ജനെ ചേർത്ത് പിടിച്ചു. അതത്രയുള്ളൂ അഭി. ലക്ഷ്മി, പൈസ എടുത്ത് എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ ഷോപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, അല്ല ലക്ഷ്മി? ആ എന്തൊക്കെ ചിന്തിച്ച് തല പുകച്ചുന്ന ലക്ഷ്മി നിരഞ്ജൻ ചോദിച്ച് കേട്ടിട്ടോ ഇല്ലയോ എന്നറിയില്ല. എല്ലാ സമ്മതം പോലെ മൂളുകയും തലയാട്ടുകയും ചെയ്തു പോയി. 4-5 ദിവസം മുൻപ് ഷോപ്പ് വാടകയ്ക്ക് എടുത്തിരുന്ന തമിഴരോട് ലക്ഷ്മിയുടെ സകല കള്ളത്തരവും അഭിയും വിനയും പോയി അറിയിച്ചിരുന്നു. കാര്യങ്ങൾ വ്യക്തമായതോടെ കൂടുതൽ പുലുവാല് പിടിക്കാൻ നിൽക്കാതെ കരാർ കാലാവധി കഴിഞ്ഞതിനാൽ അവർ ലക്ഷ്മിയെ കണ്ട് കരാർ അവസാനിപ്പിച്ച് അഡ്വാൻസ് തുക കൈപ്പറ്റി ഷോപ്പ് ഒഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഷോപ്പ് നടത്തിയിരുന്നവർക്ക് കഴിഞ്ഞ ദിവസം അഡ്വാൻസ് തിരികെ കൊടുത്ത് ഒഴിപ്പിച്ചല്ലോ. ഇപ്പൊ പൂട്ടിക്കിടക്കുക തന്നെയാണല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ലക്ഷ്മിയെങ്കിൽ അവൾ തന്നോട് കുഞ്ഞോടും ചെയ്ത പോലെ ചതിയിലൂടെ തന്നെ എല്ലാം തിരിച്ചു പിടിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു നിരഞ്ജൻ. ഇതിപ്പോ അമ്മയുടെ മാലയും ലോക്കറ്റും വളകളും ഒക്കെ ഉണ്ടല്ലോ ലച്ചു. ഈ ലോക്കറ്റും മാലയും അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ തന്നെ ഒരഴകായിരുന്നു. കുഞ്ഞിയുടെയും നിന്റെയും കൂടെ ഉണ്ട്. ഇതൊന്നും അന്ന് കിട്ടാത്തത് നന്നായല്ലേ ലച്ചു? അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ പേരെല്ലാം നഷ്ടമായേനെ. എന്തായാലും കുഞ്ഞിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. എന്നാ എന്റെ സങ്കടം ഇതോടെ തീർന്നു. ഇതൊരു 10-15 പവനിൽ കൂടുതൽ വരും അല്ല ലച്ചു? ഇത് നീ തന്നെ അവൾക്ക് കൊടുത്തേക്ക്. നിനക്ക് ഇതിലും കൂടുതൽ കനമുള്ള വളകൾ ഞാൻ വാങ്ങി തന്നിരിക്കും. അമ്മയുടെ മാലയും വളയും നിവിയുടെ വളയും പാദസരവും അച്ഛൻ ആഗ്രഹത്തോടെ വാങ്ങിക്കൊടുത്ത വലിയ ചിമക്കയും ലക്ഷ്മിയുടെ വളകളും ഒക്കെ ഇരു കൈകളിലുമായി എടുത്ത് നോക്കിയിട്ട് നിരഞ്ജൻ സന്തോഷത്തോടെ പറയുമ്പോൾ മറ്റെന്തൊക്കെ കണക്ക് കൂട്ടലായിരുന്നു അവൻ്റെ ഉള്ളിൽ. ആ സ്വർണം നിരഞ്ജൻ കണ്ടതോടെ ഇപ്പൊ തന്നെ അത് നിവിക്ക് കൊടുക്കേണ്ടി വരുമെന്നും ഒരിക്കലും അതൊന്നും തനിക്കിനി സ്വന്തമാകുന്നതും ലക്ഷ്മിക്ക് സങ്കടത്തോടെ ഓർത്തുപോയി.
ലോക്കറിലിരിക്കുന്ന സ്വർണത്തിനൊപ്പം ഇതും വെച്ചാൽ മതിയായിരുന്നു. ഇട്ട് നടക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് വിനയായി. ഇവൾക്കിത് എങ്ങനെ മനസ്സോടെ കൊടുക്കും ഞാൻ എന്നൊക്കെ ഓർത്ത് പ്രാഗിക്കൊണ്ടുന്ന ലക്ഷ്മി നിരഞ്ജൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ തന്നെ കലിയുടെ മൂളിപ്പോയി.